We are going to start the class. Take page number 55. We are discussing the chapter I can. ഇന്നത്തോടെ ആ ലെസൺ നമുക്ക് തീരും അല്ലേ? Page number 55. എടുത്തോ? Page number 55 എടുത്തോ എല്ലാവരും? നിവേദ്യ, ഫാത്തിമ, കെഎം, ഷഹബാർ, ഐഎം. വീഡിയോ ഓൺ ചെയ്തിട്ട് ക്ലാസ്സിൽ ഇരുന്നാൽ മതിയേ. Okay. Let us write. Let us write. അതല്ലേ നമ്മൾ ചെയ്യേണ്ടത്? അല്ലേ? Last one, let us write അല്ലേ നമ്മൾ ചെയ്യേണ്ടത്? Yes. Okay, നോക്കാം. Fill in the blanks with the correct words from the brackets. കാണുന്നുണ്ടോ ഇത്? Fill in the blanks with the correct words from the brackets. ബ്രാക്കറ്റിൽ നിന്നും കറക്റ്റ് വേർഡ് എടുത്ത് ബ്ലാങ്ക്സ് fill ചെയ്യാം. Okay. First one. This is Rajan. This is Rajan. He is dash years old. In the bracket you can see 7 and 2. ബ്രാക്കറ്റിൽ 7 എന്നുണ്ട് 2 എന്നുണ്ട്. അപ്പൊ അവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, നമുക്കത് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ? This is Rajan. He is 7 years old. രാജൻ എത്ര വയസ്സായി? അവന് 7 വയസ്സായി അല്ലേ? He is 7 years old. Rajan is 7 years old. Okay. This is Rajan. He is 7 years old. He is 7 years old. Second sentence. He can tie his dash. In the bracket you can read shoelaces and bag. Which is the correct answer? He can tie his. എന്താ ടൈ ചെയ്യാൻ പറ്റുന്നത്, കെട്ടാൻ പറ്റുന്നത് എന്താണ്? ബാഗ് ആണോ ഷൂലേസസ് ആണോ? Which is right answer? പറയടോ, എനിക്ക് ഇവിടുന്ന് കാണാം. He can tie his shoelaces. You have to write the shoelaces. അവിടെ എഴുതിക്കോ, shoelaces എന്ന് എഴുതിക്കോ. ജൽവ, ഫാത്തിമ എവിടെയാണ്? ഇവിടെ ഞാൻ കാണുന്നില്ലല്ലോ ജൽവേനെ. Shoelaces. The spelling of shoelaces is SHOELACES. അവിടെ തന്നെ ഉണ്ട് ബ്രാക്കറ്റില്. ബ്രാക്കറ്റിൽ ഒന്നാമത്തേതാണ് shoelaces. അത് നോക്കി അവിടെ എഴുതിക്കോ. Shoelaces. എഴുതിയോ? ഓക്കെ, ഇനി തേർഡ് വൺ. നെക്സ്റ്റ് പേജ് എടുക്കുക. പേജ് നമ്പർ 56 എടുക്കുക. അവിടെ ഒന്നാമത്തേത് എന്താണ്? മൂന്നാമത്തേത് he can climb dash. he can climb means കയറുക. he can climb. അവന് എവിടത്തേക്ക് കയറാൻ കഴിയും? ഓപ്ഷൻസ് ഉണ്ട്. ടാബ്സ്, അനദർ ഓപ്ഷൻ ട്രീസ്. ഏത് വേർഡ് അവിടെ യൂസ് ചെയ്യേണ്ടത് മക്കളെ? he can climb. He can climb trees, right? Trees. 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 He can climb trees. He can climb trees. He can climb trees. He can climb trees. എഴുതിയോ? ട്രീസ്. ലാസ്റ്റ് വൺ നോക്കിക്കോ. he can dash. he can dance. ഇഷ്ടമുള്ളത് എഴുതാം. അവിടെ ഡ്രൈവ് എന്നുണ്ട്, ഡാൻസ് എന്നുണ്ട്. അതിൽ ഏത് ഓപ്ഷൻ വേണമെങ്കിലും എഴുതാം അല്ലേ? അവന് ഡാൻസ് കളിക്കാൻ അറിയും, അല്ലെങ്കിൽ അവന് ഡാൻസ് കളിക്കാൻ കഴിയും എന്നാണ്. അവന് ഡ്രൈവ് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ അവന് ഡാൻസ് കളിക്കാൻ കഴിയും. ഏത് വേണമെങ്കിലും എഴുതി. ഏത് എഴുതിയാലും തെറ്റില്ല. ഡ്രൈവ് എന്ന് എഴുതിയാലും കുഴപ്പമില്ല, ഡാൻസ് എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഏത് വേണമെങ്കിൽ ഏതെങ്കിലും ഒന്ന് എഴുതിക്കോ. ഫാത്തിമ കെഎം എഴുതുന്നുണ്ടോ? ഡ്രൈവ് എഴുതിക്കോ, അല്ലെങ്കിൽ ഡാൻസ് എഴുതിക്കോ. ഏതായാലും കുഴപ്പമില്ല. മിഗ്ദാദ് എഴുതിയോ? മിഗ്ദാദ്.
Okay, finished. കഴിഞ്ഞില്ലേ? The next work നോക്കിക്കോ. Read these sentences. Color the box green for good habits. Color the box red for the bad habits. താഴെ തന്നിരിക്കുന്ന സെന്റൻസിൽ ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ബിഫോർ ദാറ്റ് വാട്ട് യു മീൻ ബൈ ഹാബിറ്റ്? ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശീലമാണ് അല്ലേ? നല്ല ശീലങ്ങളും പൊട്ട ശീലങ്ങളും. ഗുഡ് ഹാബിറ്റ്സ് ആൻഡ് ബാഡ് ഹാബിറ്റ്സ്. എന്തേ സൽമാൻ? What are you doing there? Go and wash your face. Go and wash your face. പോയി മുഖം കഴുകിയിട്ട് വന്നേ. ഓക്കെ, ആൻസ്ട്രോസ് ഡെന്നി വീഡിയോ ഓൺ ചെയ്തേ. അപ്പൊ നല്ല ശീലങ്ങൾക്ക് ഗ്രീൻ കളറിൽ ആ കട്ടത്തിന് കളർ കൊടുക്കുക. അവിടെ ഒരു കോളം ഉണ്ടല്ലോ. അനദർ വൺ ബാഡ് ഹാബിറ്റ്സ് ആണെങ്കിൽ റെഡ് കളർ കൊടുക്കുക. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ റെഡ് കളറും ഗ്രീൻ കളറും കൊടുക്കണ്ട. ഗുഡ് ഹാബിറ്റ്സിന് ടിക്ക് ചെയ്താൽ മതി. വീട്ടിൽ നിന്ന് മിസ്സിന്റെ ക്ലാസ് കഴിഞ്ഞിട്ടാവുമ്പോ നിങ്ങൾക്ക് അവിടെ കളർ ചെയ്യാം. ഓക്കെ, ഒന്നാമത്തെ മിസ് വായിക്കാം. ഗുഡ് ഹാബിറ്റ്സ് ആണെങ്കിൽ ടിക്ക് ചെയ്യണേ. ഓക്കെ, റിയ ഡസ് നോട്ട് വാഷ് ഹെർ ഹാൻഡ്സ് ആഫ്റ്റർ ഈറ്റിംഗ്. റിയ ഡസ് നോട്ട് വാഷ് ഹെർ ഹാൻഡ്സ് ആഫ്റ്റർ ഈറ്റിംഗ്. അത് അവിടെ റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? റിയ ഭക്ഷണം കഴിച്ചതിന് ശേഷം അവളുടെ കൈകൾ കഴുകിയില്ല. ദാറ്റ്സ് എ ബാഡ് ഹാബിറ്റ്. സൽമാന്റെ അനിയൻ കൂട്ടരൊന്ന് എഴുന്നേറ്റ്. സൽമാൻ ഇരിക്കട്ടെ. ഓക്കെ, അപ്പൊ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് വേണം? We should wash your hands after eating. Before also you have to wash your hands before eating. അല്ലേ? കൈ കഴുകുന്നതിന് ഭക്ഷണം കഴിക്കുന്നതിന് മുൻപേയും ഭക്ഷണം കഴിച്ചതിന് ശേഷവും നിങ്ങൾ എന്ത് വേണം? നിങ്ങളുടെ കൈകൾ വൃത്തിയായി കഴുകണം അല്ലേ? You have to wash your hands before and after meal. Second one, Faiz brushes his teeth twice a day. Faiz എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടി ദിവസം 2 പ്രാവശ്യം ബ്രഷ് ചെയ്യും, പല്ല് തേക്കും. Is a good or bad habit? ഇത് good ആണോ bad ആണോ? That is a good habit. That's why you have to tick the column. ആ കോളത്തിന് ടിക്ക് ഇട്ടോ. അതിന് ടിക്ക് ഇട്ടേ. കാരണം because that's a good habit. അത് good habit ആണ് അല്ലേ? ടിക്ക് ഇട്ടോ. Third one, Sanju does not comb her hair. Sanju എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടി അവളുടെ മുടി വാരിയേ ഇല്ല, കോമ്പിയേയില്ല. കോമ്പിയ മീൻസ് മുടി ചീകുകയില്ല. Sanju does not comb her hair. Is that good habit? Good habit ആണോ അത്? No, that's a bad habit. That's why you have to cross that sentence. Cross mark ചെയ്തേ. ക്രോസ് മാർക്ക് ചെയ്താൽ മതി. അവിടെ ടിക്ക് ഇടരുതേ, ക്രോസ് മാർക്ക് ചെയ്താൽ മതി. ക്രോസ് മാർക്ക് അറിയില്ലേ നിങ്ങൾക്ക്? എങ്ങനെയാ? ഇങ്ങനെ നമ്മൾ തെറ്റിടാറില്ലേ അത്. ഓക്കെ, ഇനി ഫോർത്ത് വൺ, Vicky wears clean clothes. Vicky wears clean clothes. Vicky wears clean clothes. Vicky എങ്ങനെയുള്ള ഡ്രസ്സാ ധരിക്കുന്നത്? He wears clean. Clean means വൃത്തിയുള്ളത്. Clean clothes. That's a good habit. അപ്പൊ അതിന് ടിക്ക് ഇട്ടോ. That is a good habit. That is a good habit. നിവേദ്യ, സിദ്ധ്, ഇനി ലാസ്റ്റ് വൺ, Nikki eats her food on time. Nikki eats her food on time. Nikki അവളുടെ ഫുഡ് സമയത്തിന് കഴിക്കുന്നുണ്ട് അല്ലെ? അതത്തെ സമയത്തിന് കഴിക്കുന്നുണ്ട്. That is a good habit. ടിക്ക് ഇട്ടോ. ലാസ്റ്റ് വൺ ടിക്ക് ചെയ്തോ.
Okay, finished? Okay, then next നോക്കിക്കോ മക്കളെ. A guessing game. A guessing game. ഞാൻ എന്താ ക്ലൂസ് തരാം, നിങ്ങൾ പറഞ്ഞു തരുന്നത് ഏത് ആനിമൽ ആണെന്ന്. A guessing game. I can hope. I can hope means what? Hope എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താടോ? എന്താ ഹോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മിസ് ഒരു ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ഹോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒറ്റ കാലിൽ തുള്ളുന്നതാണ് അല്ലെ, ചാടി ചാടി പോകുന്നതിന് എന്ത് പറയാ? ഹോപ്പ് എന്ന് പറയാം. HOP, ഹോപ്പ്. ഓക്കെ, ഇവിടെ പറയുന്നത് ഐ ക്യാൻ ഹോപ്പ്, എനിക്ക് ചാടി ചാടി പോകാൻ കഴിയും. ഐ ലവ് ടു ഈറ്റ് ക്യാരറ്റ്സ്, എനിക്ക് ക്യാരറ്റ്സ് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഹൂ ആം ഐ, ഞാൻ ആരാണ്? അറിയുന്നവരൊന്ന് കൈപൊക്കിയേ. എല്ലാവർക്കും അറിയാം. ഫസ്റ്റ് ലെറ്റർ ഈസ് R and that is a rabbit. You can write rabbit. എന്താ റാബിറ്റിന്റെ സ്പെല്ലിംഗ്? റാബിറ്റിന്റെ സ്പെല്ലിംഗ് എന്താ? RABBIT, rabbit. I can hope, I love to eat carrots, and who am I? Rabbit. Second one നോക്കിയാൽ തൊട്ട് താഴെയാണ്. സെക്കൻഡ് വൺ തൊട്ട് താഴെയാണ്. I can move, I love to eat grass. Who am I? I can move, I love to eat grass. Grass means പുല്ലാണ്. ഞാൻ മൂ സൗണ്ട് ആണ് ഉണ്ടാക്കുന്നത്, മൂ. ഇനി I love to eat grass, എനിക്ക് പുല്ല് തിന്നാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഫസ്റ്റ് ലെറ്റർ C, cow. That is cow. You can write cow. COW, cow. COW, cow. I can move and I love to eat grass. Then third one നോക്കിക്കോ മക്കളെ. Third one, I can swing. I can swing means എനിക്ക് ആടാൻ അല്ലേ, എനിക്ക് ആടാൻ ഭയങ്കര ഇഷ്ടമാണ്. ഊഞ്ഞാലാടുന്ന പോലെ ആടാൻ ഭയങ്കര ഇഷ്ടമാണ്. I love to eat bananas. നൈല ഷക്കീർ, I love to eat bananas. എനിക്ക് പഴം കഴിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. Who am I? That is monkey. You can write monkey, MONKEY, monkey. ഏബിൾ മാത്യു എഴുതിയോ? എന്താ മങ്കി? മങ്കി കൊരങ്ങനാണ് അല്ലേ? monkey. I can swing, I love to eat bananas, and who am I? Monkey. The answer is monkey. Then fourth one നോക്കിക്കോ മക്കളെ താഴെ. Fourth one, I can fly. I can fly means എനിക്ക് പറക്കാൻ കഴിയും. I love to eat chilies. എനിക്ക് ചില്ലീസ് കഴിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം, chilies. And who am I? I'm parakeet. You can write parakeet. The spelling of parakeet is PA, right? PARAKEET. parakeet. ടേബിൾ മാത്യു എഴുതി തന്നെയാണോ? parakeet. Then fifth one നോക്കിക്കോ. Fifth one, I can squeak. I love to eat cheese. എനിക്ക് ചീസ് കഴിക്കുന്നതാണ് ഇഷ്ടം. Who am I? ഞാൻ ഉണ്ടാക്കുന്ന സൗണ്ടിന്റെ പേരാണ് സ്ക്വീക്ക്. ഞാൻ സ്ക്വീക്ക് സൗണ്ട് ആണ് ഉണ്ടാക്കുന്നത്.
I can squeak. I love to eat cheese. And who am I? Mouse. You can write mouse. Mouse. M-O-U-S-E. Mouse. M-O-U-S-E. Sixth one. I can swim. I can swim. എനിക്ക് നീന്താൻ കഴിയും. I can swim. I love to eat worms. I love to eat worms. And who am I? Fish. Very good. I am fish. You can write fish. F-I-S-H. I can swim. I love to eat worms. Worms means പുഴുക്കളാണ് അല്ലേ? ചെറിയ പുഴുക്കളാണ് worms. And who am I? I am fish. അപ്പൊ നമ്മുടെ 11ാമത്തെ പാഠവും നമ്മൾ തീർത്തിട്ടുണ്ട് അല്ലേ? അതിൽ സരോജ എന്നുള്ള ലെസന്റെ ക്വസ്റ്റ്യൻ ആൻസർ മിസ് തന്നിട്ടില്ല. അത് തരാമേ. മിസ് മറന്നു പോയിട്ടുണ്ടായിരുന്നു. തരാം മിസ്. ഓക്കെ, then next one grammar. ഗ്രാമർ പോർഷൻ നമ്മൾ എവിടെ വരെ എടുത്തു? ഗ്രാമർ പോർഷനില് ഇനി പേജ് നമ്പർ 59 ആണ് എടുക്കേണ്ടത്. പേജ് നമ്പർ 59 ഫസ്റ്റ് വൺ ആണ് എടുക്കേണ്ടത്. ഉറപ്പല്ലേ? യെസ്. 3 പേജും കൂടിയേ ഉള്ളൂ അല്ലേ? അതിലൊന്ന് നമ്മൾ ഇപ്പൊ തീർക്കും. ബാക്കി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുത്തു കഴിഞ്ഞാൽ 2 ക്ലാസ്സും കൊണ്ട് നമ്മുടെ സെമസ്റ്റർ ഫസ്റ്റ് തീരും. പിന്നെ നമ്മൾ സെമസ്റ്റർ 2 ആണ് എടുക്കുക കേട്ടോ. നോക്കിക്കോ. മേക്ക് വൺ വേർഡ് ബൈ ഡ്രോപ്പിംഗ് ദ എസ് ഫ്രം ദീസ് മെനി വേർഡ്സ്. നമ്മൾ നേരത്തെ എന്ത് ചെയ്തു? വൺ വേർഡ്സിൽ നിന്ന് മെനി വേർഡ്സ് ഉണ്ടാക്കി അല്ലേ? എസ് ചേർത്ത് എഴുതി മെനി വേർഡ്സ് ഉണ്ടാക്കി. ഇനി മെനി വേർഡ്സ് തന്നിട്ട് അതിൽ നിന്ന് എസ് ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ വൺ വേർഡ് ആക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പൊ പറഞ്ഞു റയാൻ. എന്താ റയാൻ? അതെടുത്തതാണ് മിസ്സേ. അതെടുത്തതാണോ? എടുത്തതാണല്ലേ അതപ്പോ. നെക്സ്റ്റ് റൈറ്റ് ദ നെയിംസ് ഓഫ് ദ പിക്ചർ, ചൂസ് വേർഡ്സ് ഫ്രം ദ ബോക്സ്. അതാണോ ഇനി അടുത്ത ചെയ്യാനുള്ളത്? നെക്സ്റ്റ് വർക്കാണോ ചെയ്യാനുള്ളത്? ഒന്ന് പറയാമോ? യെസ്. റൈറ്റ് ദ നെയിംസ് ഓഫ് ദ പിക്ചർ, ചൂസ് വേർഡ്സ് ഫ്രം ദ ബോക്സ്. അപ്പൊ താഴെ തന്നിരിക്കുന്ന പിക്ചേഴ്സിന്റെ പേരെടുത്ത് എഴുതുക. എവിടുന്ന്? അവിടെ ബോക്സിൽ കുറച്ച് പേര് തന്നിട്ടുണ്ട് അല്ലേ? അതിലെ ബോക്സിൽ എന്തൊക്കെയുണ്ട്? വെൽ, ഇഗ്ലൂ, പാർക്ക്, ടോയ്സ്, ബക്കറ്റ്, ചെയർ, സ്പേഡ്, ബനാന, ക്യാമൽ. അപ്പൊ താഴെ നിങ്ങൾക്ക് പിക്ചർ കാണുമ്പോൾ അറിയാലോ ഏതൊക്കെ പിക്ചർ ആണെന്ന് ഇല്ലേ? ഫസ്റ്റ് വൺ ക്യാമൽ, അതവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഫസ്റ്റ് വൺ ക്യാമൽ. ആൻഡ് സെക്കൻഡ് പിക്ചർ എന്താണ്? ചെയർ. യു ക്യാൻ റൈറ്റ് ചെയർ. CHAIR. ചെയർ. സെക്കൻഡ് പിക്ചർ ഈസ് ചെയർ. Third one, what is this? Igloo. Right? Igloo. I-G-L-O-O. Igloo. I-G-L-O-O. Igloo.
ഒരു മിനിറ്റ്. കുറെ ആൾക്കാർ പറയുന്നു നമ്മൾ 59 ഫസ്റ്റ് വൺ മേക്ക് വൺ വേർഡ് ബൈ ഡ്രോപ്പിംഗ് ദ എസ്, അത് ചെയ്തിട്ടില്ല എന്ന് കുറെ ആൾക്കാർ പറഞ്ഞു, ചെയ്തു എന്ന്. അപ്പൊ മിസ്സിന് ആക്ച്വലി ഓർമ്മയില്ല. അതിന് കുഴപ്പമില്ല, അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞുതരാം. റോസസ്, ഹെൻസ്, ഷൂസ്, ലാംസ്, ബോൾസ്, ഇതെല്ലാം എന്താണ്? മെനി വേർഡ്സ് ആണ് അല്ലെ? അപ്പൊ മെനി വേർഡ്സിന് ലാസ്റ്റത്തെ എസ് നമ്മൾ കളഞ്ഞു കഴിഞ്ഞാൽ, ഡ്രോപ്പ് ചെയ്ത് കളയാ മീൻസ് എടുത്ത് കളയാം. അത് എഴുതാതിരുന്ന് നമുക്ക് എന്താവും? അത് വൺ വേർഡ് ആവും. റോസസ് എന്നുള്ളതിന്റെ ലാസ്റ്റത്തെ എസ് മാറ്റിയപ്പോ റോസ് ആയി. നെക്സ്റ്റ് ഹെൻസ്, എസ് മാറ്റിയപ്പോ ഹെൻ ആയി. ഷൂസ് became shoe, lambs became lamb, balls ball, beds bed, monkeys monkey, shirts shirt, apples apple, toys toy. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ കുട്ടികളെ കൊണ്ട് സമയം പോലെ എഴുതിപ്പിക്കുക. കുറെ ആൾക്കാർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞത്, എനിക്ക് കുറെ നാളായതുകൊണ്ട് എനിക്കത് ഓർമ്മ കിട്ടുന്നില്ല. അപ്പൊ തേർഡ് പിക്ചർ നോക്കുക. അഗൈൻ നമ്മൾ ഇവിടത്തേക്ക് തന്നെയാണ് പോകുന്നത്, പിന്നെ ചെയ്താൽ മതിയേ. ക്യാമൽ, ചെയർ, ഇഗ്ലൂ. Another one, fourth one, what is that? Fourth one, toys, right? Toys, T-O-Y-S, toys, T-O-Y-S, toys, T-O-Y-S, toys, T-O-Y-S, toys. Fifth one, that is well. Fifth picture, കിണറിന് എന്താ പറയാ ഇംഗ്ലീഷിൽ? വെൽ, W-E-L-L, well, W-E-L-L, well, W-E-L-L, well. Sixth one, that is bucket. Bucket, sixth picture, bucket. Write the spelling B-U-C-K-E-T, bucket. Bucket, bucket. Next is seventh one. Seventh picture is park. Park, P-A-R-K, park. Seventh picture is park. Park. Okay, park. Eighth one, spade. Eighth one, spade. S-P-A-D-E, spade. എല്ലാം കംപ്ലീറ്റ് ചെയ്ത് എഴുതണേ. സാറ് ഹൗസ് വിസിറ്റിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട്. എക്സാം കഴിഞ്ഞത് കൊണ്ട് നിങ്ങളുടെ ഹൗസ് വിസിറ്റിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റ് എല്ലാം കംപ്ലീറ്റ് ആണെന്ന് സാർ നോക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ആ കുട്ടീനെ സ്കൂളിൽ കൊണ്ടിരുത്താൻ വേണ്ടിയിട്ടാണ് തീരുമാനം, കേട്ടല്ലോ. അപ്പൊ എല്ലാരും കംപ്ലീറ്റ് ചെയ്യുക, ഫിനിഷ് ചെയ്യുക. ലാസ്റ്റ് നയൻത് പിക്ചർ ഈസ് ബനാന. ലാസ്റ്റ് പിക്ചർ ബനാന, B-A-N-A-N-A, banana. Answer was Tenny. What are you talking there? Okay, finished? Finished? First picture camel, second one chair, third one igloo, fourth one toys, fifth one well, sixth one bucket, seventh one park, eighth one spade, ninth one banana. H നോക്കിക്കോ, H.
Next page, page number 60. Read the sentences, circle the one word, underline the many words. താഴെ തന്നിരിക്കുന്ന സെന്റൻസിലെ many words, sorry, one words circle ചെയ്യുക. One words circle ചെയ്യുക, many words underline ചെയ്യുക. മനസ്സിലായോ? അപ്പൊ one word എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇഷികക്ക് അറിയോ? ഇഷിക, ക്യാറ്റ് ആൻഡ് ക്യാറ്റ്സ്. നോക്കിക്കോ മോളെ, ക്യാറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന വേർഡ് എന്ന് പറയുന്നത് വൺ വേർഡ് ആണ്. ക്യാറ്റ് പറഞ്ഞ ഒറ്റൊരു പൂച്ചയല്ലേ, ഒറ്റൊരു ക്യാറ്റ് അല്ലേ. ക്യാറ്റ്സ് എന്ന് പറയുമ്പോ ഒരുപാട് ക്യാറ്റ്സ് ആണ്, ഒരുപാട് പൂച്ചകളാണ് അല്ലെ. മനസ്സിലായോ? ക്യാറ്റ്, ക്യാറ്റ്സ്. ക്യാപ്പ് ഒറ്റൊന്നാണ്. ക്യാപ്സ്, ദാറ്റ് ഈസ് മെനി വേർഡ്സ്, ഒരുപാട് എണ്ണം ഉണ്ട് അല്ലെ. അപ്പൊ ഒരുപാട് എണ്ണം ഉണ്ടാകുമ്പോൾ നമ്മൾ വൺ വേർഡിന്റെ കൂടെ എസ് ചേർക്കും. അപ്പൊ അതെന്താകും? ക്യാപ്പ്, ക്യാപ്സ് ആവും, ഒരുപാട് എണ്ണം കാണിക്കും. അപ്പൊ ഇവിടെ നോക്കിക്കോ, എസ് ചേർത്തതെല്ലാം മെനി വേർഡ്സ് ആയിരിക്കും, എസ് ചേർക്കാത്തത് വൺ വേർഡ് ആയിരിക്കും. നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് വൺ വേർഡിന് സർക്കിൾ ചെയ്യാം. വൺ വേർഡ് സർക്കിൾ ചെയ്യാൻ മീൻസ് വട്ടം വരയ്ക്കുക. ഇനി മെനി വേർഡ്സിനെ അണ്ടർലൈൻ ചെയ്യാം. നോക്കിക്കോ, ഒന്നാമത്തേത് ദ സ്ക്വിറൽ ഈറ്റ്സ് നട്ട്സ്. ദ സ്ക്വിറൽ ഈറ്റ്സ് നട്ട്സ്. സ്ക്വിറൽ എന്നുള്ളത് ഒറ്റൊന്നാണ് അല്ലെ. സ്ക്വിറൽ ഒറ്റൊന്നാണ്. അപ്പൊ സ്ക്വിറൽ അവിടെ സർക്കിൾ ചെയ്തു. കാരണം എന്താ? വൺ വേർഡിന് സർക്കിൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. നാസ മറിയം, വാട്ട് ആർ യു ഡൂയിങ് ദർ? ഷൗബറ, റസീൻ യൂസഫ്, ടേൺ ഓൺ യുവർ വീഡിയോ. വീഡിയോ ഓഫ് ആയിട്ട് ആരും ഇരിക്കണ്ട ക്ലാസ്സിൽ. നാസ ശ്രദ്ധിക്കുന്നില്ലേ? നാസ, ഓക്കെ. ദ സ്ക്വിറൽ, സ്ക്വിറൽ എന്ന് പറയുന്നത് ഒറ്റൊന്നാണ്, അതുകൊണ്ട് തന്നെ അത് വൺ വേർഡ് ആണ്, നമ്മൾ സർക്കിൾ ചെയ്തിട്ടുണ്ട്. ഈറ്റ്സ് നട്ട്സ്. നട്ട്സ് എന്നുള്ളത് എന്താണ്? നട്ട്സ് മെനി വേർഡ്സ് ആണ്, അപ്പൊ അത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് സെന്റൻസ് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണേ. There are 3 crayons. ഒന്നാമത്തേത് crayons. Crayons എന്താണ്? മെനി വേർഡ്സ് അല്ലേ. crayons. crayons നിങ്ങൾ അണ്ടർലൈൻ ചെയ്തോ? crayons അണ്ടർലൈൻ ആണ്, സർക്കിൾ അല്ല. crayons അണ്ടർലൈൻ ചെയ്യാ. There are 3 crayons in my bag. Bag എന്നുള്ളത് one word ആണ്, so you can circle that word. Circle ചെയ്യാ. സെക്കൻഡ് സെന്റൻസിലെ നാസ ചെയ്തോ? നാസ മറിയം ചെയ്തോ? That's my question here. No. Then what are you doing there? Okay, unmute ചെയ്തേ. എവിടെയാണ് സർക്കിൾ? അപ്പൊ ഇത്രയും സമയം ഞാൻ പറഞ്ഞതൊന്നും കേട്ടില്ല, അതാണ് കാര്യം അല്ലേ. ഞാൻ പറയുമ്പോ എവിടെ പോയി? കുർത്തക്കട ഇരുന്നല്ലോ അവിടുന്ന്. ഇപ്പൊ നോക്കിക്കോ, മെനി വേർഡ്സ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യാ, വൺ വേർഡ് സർക്കിൾ ചെയ്യാ. പേജ് നമ്പർ 60 എച്ച്, ഒന്നാമത്തെ ആക്ടിവിറ്റി. ഇനി തേർഡ് വൺ, 2 cats are running around the tree. 2 cats. cats എന്നുള്ളത് എന്താണ്? മെനി വേർഡ്സ് അല്ലേ. അപ്പൊ അത് അണ്ടർലൈൻ ചെയ്യാ. cats. cats അണ്ടർലൈൻ ചെയ്യാ. 2 cats are running around the tree. tree എന്നുള്ളത് one word ആണ്, that's why you have to circle that word. circle ചെയ്യാ word. tree circle ചെയ്യാ. tree. സേറ മരിയ ചെയ്യുന്നുണ്ടോ? സേറ. Fourth one, the boy is playing with the marbles. The boy is playing with the marbles. The boy. boy എന്നുള്ളത് one word ആണ്, സർക്കിൾ ചെയ്യാ. boy എന്നുള്ളത് one word ആയതുകൊണ്ട് തന്നെ അത് സർക്കിൾ ചെയ്യാ. The boy is playing with the marbles. marbles എന്നുള്ളത് മെനി വേർഡ്സ് ആണ്, അണ്ടർലൈൻ ചെയ്യാ. മെനി വേർഡ്സ് ആയതുകൊണ്ട് തന്നെ അണ്ടർലൈൻ ചെയ്യാ. കാണുന്നില്ല എന്റെ മക്കൾക്ക്?
അറിയില്ലേ? നോക്കിക്കോ, ഇവിടെയാണ് മാർബിൾസ്. ലാസ്റ്റ് വൺ, മൈ ഓണ്ട് ബേക്സ് ടേസ്റ്റി കേക്ക്സ്. ഓണ്ട്, ഓണ്ട് ഒറ്റന്നാണ് അല്ലേ? ഓണ്ട്. അപ്പൊ അത് നിങ്ങൾ സർക്കിൾ ചെയ്യുക. ഓണ്ട് സർക്കിൾ ചെയ്യുക. ബേക്സ് ടേസ്റ്റി കേക്ക്സ്. കേക്ക്സ് എന്നുള്ളത് എന്താണ്? മെനി വേർഡ്സ് ആണ്. അണ്ടർലൈൻ ചെയ്യുക. കേക്ക്സ് അണ്ടർലൈൻ ചെയ്യുക. Okay, finished. Finished? Have you finished? Yes. Okay, നോക്കിക്കോ. Underline the names of people. Underline the names of people. Next one നോക്കിക്കോ. ഇനി people എന്ന് പറഞ്ഞാൽ എന്താണ്? ജനങ്ങളാണ്, ആൾക്കാരാണ് അല്ലെ? ഇവിടെ ആൾക്കാരുടെ പേര് അല്ലെ? വ്യക്തിനെ കുറിക്കുന്ന പദത്തിന് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുക. അണ്ടർലൈൻ മീൻസ് അടിവരയിടുക. കേട്ടോ ഫ്രസേ? നോക്കിക്കോ. A baby is in the cradle. A baby is in the cradle. Cradle means തൊട്ടിൽ. A baby is in the cradle. Baby എന്നുള്ളത് എന്തിനെ കുറിക്കുന്നു? people ആണ് അല്ലേ? Baby. Next, the magician wears a coat. ഇതിലേതാ പീപ്പിളിന്റെ നെയിം? The magician. Magician. Underline magician. Magician. The magician wears a coat. The magician wears a coat. Third one, grandpa reads a newspaper. Grandpa reads a newspaper. Grandpa. Underline grandpa. Appupan. Grandpa. Grandpa reads a newspaper. Then fourth sentence nokko. Children love dogs. Children love goats. Children love goats. Children. Underline children. Underline children. Fifth one. My uncle lives in Surat. My uncle. Underline uncle. Uncle എന്നുള്ളത് അണ്ടർലൈൻ ചെയ്തോ? ലാസ്റ്റ് അഫ്രാസെ ചെയ്യുന്നുണ്ടോ? അഫ്രാസെ ചെയ്യുന്നില്ല അല്ലെ? ഇത്ര സമയത്ത് വരണ ഞാൻ വീട്ടിലേക്ക്. റീത ഗോസ് ടു ദ മാർക്കറ്റ്. റീത. റീത എന്നുള്ളത് ഒരാളുടെ പേരാണ്. അപ്പൊ റീത അണ്ടർലൈൻ ചെയ്തോ? ഫിനിഷ്ഡ്? കഴിഞ്ഞോ? യെസ്. ഓൾ സ്റ്റാൻഡ് അപ്പ്. ഓൾ സ്റ്റാൻഡ് അപ്പ്. എന്തിനാ ടാറ്റ പറഞ്ഞത് ഏബിലെ? ഏബിൽ എന്തിനാ മിസ് ടാറ്റ പറഞ്ഞത്? നീലാഞ്ജന സ്റ്റാൻഡ് അപ്പ്. സ്റ്റാൻഡ് അപ്പ്. ഹാൻഡ്സ് അപ്പ്. ജോവിനെല്ലാം ഉറങ്ങി പോവും. ജോവിനോ ജോയിൽ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഹാൻഡ്സ് അപ്പ്. ഹാൻഡ്സ് ഡൗൺ. ഹാൻഡ്സ് ഡൗൺ. ഹാൻഡ്സ് അപ്പ്. Hands up, Alan. Hands up. Okay, hands up. Hands down. Okay, sit down. Sit down. Okay, bye. Shall we wind up the class? Shall we wind up the class? ഇപ്പൊ ടാറ്റ പറയാൻ എല്ലാവർക്കും ഉഷാറായില്ലേ? നല്ല മക്കളായിട്ട് പഠിക്കണേ. അന്നത്തെ കാര്യം അന്നു തന്നെ പഠിക്കാം. Okay, bye.